അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ നടപടിക്ക് സാധ്യത. ജനറൽ സെക്രട്ടറി സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി അമ്മയിൽ ഒരു വിഭാഗം അംഗങ്ങൾ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ വിഷയം ഉന്നയിക്കും. അതേസമയം നടൻ ടിനി ടോമിനെതിരായ നിയമ നടപടിക്കൊരുങ്ങി നടി അൻസിബ ഹസൻ. നീന കുറുപ്പിനെ സാക്ഷിയാക്കും. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, അമ്മയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങൾ ഇതൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ചയാകുമെന്ന് അറിയുന്നു. ഇപ്പോൾ അടിയന്തര നടപടി ഉണ്ടാവുക ഏതൊക്കെ കാര്യങ്ങളിലാണ്? ജിൽസി, അമ്മയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ മക്കൾ ഇപ്പോൾ രണ്ട് തട്ടിലാണ്, രണ്ട് ചേരിയിലാണുള്ളത്. ആ വിഷയം അമ്മയ്ക്ക് പുറത്ത് ആദ്യം ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പിന്നീട് ഇപ്പോൾ അത് ഒരു നിയമ നടപടിയിലേക്ക് കടക്കുന്നു. നിയമ സാധ്യതകൾ തേടുകയാണ് അൻസിബ. എന്തൊക്കെയാണ് ഒരു പരാതി കൊടുത്താൽ നിലവിലുണ്ടാകുക, ഏതൊക്കെ കാര്യങ്ങളാണ് നിലനിൽക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇന്നലെ വൈകിട്ടാണ് അഭിഭാഷകരുമായ അൻസിബ സംസാരിച്ചിട്ടുള്ളത്. ഏത് തരത്തിലാണ് പരാതി മുന്നോട്ട് കൊണ്ടുപോകാനാവുക എന്നുള്ള വിവരങ്ങളൊക്കെ വഴിയെ പുറത്തു വരും. ഏതൊക്കെ രീതിയിൽ പരാതി നൽകിയാൽ, ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ, ഏതൊക്കെ വകുപ്പുകൾ ചേർത്ത് ടിനി ടോമിനെതിരെ കേസെടുക്കാൻ സാധിക്കും, ഏതൊക്കെ വകുപ്പുകളിൽ ടിനി ടോമിനെ പെടുത്താൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അൻസിബ തേടി വരികയാണ്. ഈ വിവരങ്ങളിലൊക്കെയും ഒരു അന്വേഷണം ഇന്നലെ നടത്തിയിട്ടുണ്ട്. അഭിഭാഷകരുമായി അൻസിബ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഇതിനൊരു നിയമ നടപടിയുമായി അൻസിബ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രണ്ട് ചേരിയിൽ നിൽക്കുമ്പോൾ ഒരു വിഭാഗം പറയുന്നത് മുഴുവൻ ജനറൽ സെക്രട്ടറിക്കെതിരാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഗുരുതരമായ ആരോപണം സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഈ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുമ്പോൾ ഈ അമ്മയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഉണ്ടാകുന്ന ഈ അച്ചടക്ക സമിതി അച്ചടക്ക സമിതി രൂപീകരിക്കുന്നു. ആ സമിതിക്ക് വേണ്ടി മാത്രം 95,000 രൂപ ചെലവാക്കിയതായി തന്നെ പറയുന്നു. അതേപോലെ തന്നെ കുടുംബമേളയുടെ സൗണ്ട് സിസ്റ്റം വാടകയിൽ വൻ തുക വെട്ടിപ്പ് നടത്തിയെന്ന ഒരു വിഭാഗം ആരോപിക്കുന്നു. ആ തട്ടിപ്പ് നടത്തിയത് എക്സിക്യൂട്ടീവ് അംഗത്തിന്റെ ഭർത്താവിനായിരുന്നു കരാർ നൽകിയത്. അതുവഴിയാണ് ഈ തട്ടിപ്പ് നടത്തിയത്. സംഗീത പരിപാടിയുടെ പേരിലും വെട്ടിപ്പ് നടന്നെന്നും ആക്ഷേപമുണ്ട്. കാറ്ററിംഗിന്റെ പേരിൽ ചെലവാക്കിയത് 5 ലക്ഷം രൂപയാണ്. കേന്ദ്ര സർക്കാർ ഇലക്ഷൻ കമ്മീഷൻ ക്യാമ്പയിനിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായും ഇത്തരത്തിൽ അംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. ജിൽസി, ശരി.